പാക് പ്രകോപനത്തിനിടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. പടക്കം പൊട്ടിക്കുന്നതിന് നിരോധനം, ഒപ്പം തന്നെ ഡ്രോൺ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് 138ഓളം വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ജെയ്റ്റ്ലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് നേരെ ബോംബ് ഭീഷണി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. റഷീദെ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇത്തരത്തിൽ വലിയ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോഴിതാ വന്നിരിക്കുന്നത് ഡ്രോൺ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിരോധനം പുറപ്പെടുവിക്കുന്നു. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മറ്റുള്ള കാര്യങ്ങളിൽ പറയുന്നത്? ഒപ്പം തന്നെ ബോംബ് ഭീഷണിയെ ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഭദ്ര, തീർച്ചയായും അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും കർശനമായിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം പ്രത്യേകിച്ചും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും സേനാ വിഭാഗങ്ങളുടെയും പ്രത്യേക അറിയിപ്പുകളും അതോടൊപ്പം നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അതിർത്തി സംസ്ഥാനങ്ങളായിട്ടുള്ള രാജസ്ഥാൻ, അതോടൊപ്പം പഞ്ചാബ്, ഹരിയാന തുടങ്ങിയിട്ടുള്ള ജമ്മു കാശ്മീർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പടക്കത്തിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അതാത് സംസ്ഥാന സർക്കാരുകൾ ഉത്തരവ് പുറപ്പെടുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ ആഘോഷവേളകളിലടക്കം ഡ്രോണുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പ്രധാനമായും ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാരുകൾ. പ്രത്യേകിച്ചും ഈ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ സൈനികർക്ക് അല്ലെങ്കിൽ ഈ നിരീക്ഷണം നടത്തുന്ന സേനാ വിഭാഗങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ് ഇത്തരത്തിൽ ഡ്രോണുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെയും പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതേസമയം കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ മുന്നറിയിപ്പുകളായി തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആവശ്യഘട്ടങ്ങളിലല്ലാതെ അല്ലെങ്കിൽ അത്യാവശ്യ സമയങ്ങളിലല്ലാതെ പൊതുജനങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. അതേസമയം ബ്ലാക്ക് ഔട്ട് നിർദ്ദേശങ്ങൾ നിലനിൽക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ചണ്ഡീഗഡിലടക്കം ബ്ലാക്ക് ഔട്ട് നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിലും ഇന്നു മുതൽ ബ്ലാക്ക് ഔട്ട് നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. അതായത് രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ടുകൾ പൂർണ്ണമായും നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം പ്രത്യേകിച്ചും അതിർത്തി മേഖലകളിലും കർശനമായിട്ടുള്ളൊരു നിയന്ത്രണവും അതോടൊപ്പം ജാഗ്രതയും കൊണ്ടുവരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആഭ്യന്തര മന്ത്രാലയം അതോടൊപ്പം പ്രതിരോധ മന്ത്രാലയം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മോക്ക് ഡ്രില്ലുകൾ അടക്കം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ദില്ലിയിലും ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലുകൾ ഇന്ന് നടന്നു. പ്രത്യേകിച്ചും ഈ ട്രയൽ സൈറൺ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ദില്ലിയിലെ വിവിധ മേഖലകളിൽ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെയും അതാത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം ഈ അവശ്യ സാധനങ്ങളുമായി ബന്ധപ്പെട്ട ഈ നിയന്ത്രണങ്ങളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളും സംസ്ഥാന സർക്കാരുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അവശ്യ സാധനങ്ങളായിട്ടുള്ള അരി, പെട്രോൾ, ഡീസൽ അതോടൊപ്പം മറ്റു സാധനങ്ങളൊക്കെ തന്നെയും ക്രമീകരിച്ച് വെക്കണം, ശേഖരിച്ച് വെക്കണം. അതോടൊപ്പം വില കൂടുതലും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തടയുന്നതിനായി ഈ അവശ്യ സാധനങ്ങളുടെ പൂഴ്ത്തിവെപ്പ് തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ അതാത് സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിമാർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രത കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം ആരോഗ്യ മേഖലയിലും ജാഗ്രതയുണ്ട്, ഗതാഗത മേഖലയിൽ ജാഗ്രതയുണ്ട്. ഇത്തരത്തിൽ എല്ലാ മേഖലയിലും ജനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം ജനങ്ങളുടെ ജീവൻ ഒരു സംരക്ഷണം നടത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെയും മുന്നോട്ട് പോകുന്നത്. നേരത്തെ ചണ്ഡീഗഡിലും അതോടൊപ്പം ഈ വിവിധ മേഖലകളിൽ അംബാല തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെയും സൈറൺ മുഴക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മേഖലകളിലും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഈ മേഖലകളിൽ കനത്ത സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യം ഇപ്പോൾ ഇതിനോടകം തന്നെ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അംബാല മേഖലയിൽ എയർഫോഴ്സിന്റെ ആസ്ഥാനമുണ്ട്, അതോടൊപ്പം സൈനികരുടെ ആസ്ഥാനമുണ്ട്. ഈ മേഖലകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഡ്രോണുകളോ അല്ലെങ്കിൽ മിസൈലുകളോ ഒരു പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ മേഖലകളിലേക്ക് എത്തിയേക്കാം എന്നുള്ളൊരു സൂചന ആ സൈന്യത്തിന് ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഈ മേഖലയിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഈ മേഖലയിൽ നടന്നു വരികയാണ്. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും അതോടൊപ്പം ഈ വിലയിരുത്തലുകളുമായി ഇന്ത്യൻ സേന മുന്നോട്ട് പോവുകയാണ്. അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും പ്രകോപനപരമായിട്ടുള്ള പല നിലപാടുകൾ
ഇടപാടുകളും ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യക്കെതിരെ തുടുത്തുവിട്ടിട്ടുള്ള അതായത് 24 നഗരങ്ങളിൽ നിന്നും 500ഓളം ഡ്രോണുകളെയാണ് തകർത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം 50ലധികം ഡ്രോണുകൾ ഇന്ത്യ നിർവീര്യമാക്കിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ജമ്മു കാശ്മീർ മേഖലകളിലും അതോടൊപ്പം രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയിട്ടുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലേക്കും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മിസൈലുകളും അതോടൊപ്പം ഡ്രോണുകളും എത്തിയിരുന്നു. ഇപ്പോൾ 24 നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നും പ്രത്യേകിച്ചും ഈ ഡ്രോണുകൾ വന്നിട്ടുള്ളത്. ഇവ 500ഓളമാണ് എന്നുള്ള കണക്കാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ പഞ്ചാബിലെ അതിർത്തി പ്രദേശങ്ങളിലും അതോടൊപ്പം ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഇതുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ അതായത് മിസൈലുകളോടൊക്കെ തന്നെ അവശിഷ്ടങ്ങൾ സേനാ വിഭാഗങ്ങൾ കണ്ടെത്തുകയും അത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും നിലവിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും അതിർത്തി മേഖലകളിൽ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം പുലർത്തിയിരിക്കുകയാണ്. സേനാ വിഭാഗങ്ങളുടെ വലിയ വിന്യാസം തന്നെയാണ് മേഖലകളിലൊക്കെ തന്നെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിൽ നിന്നും സുരക്ഷയുടെ ഭാഗമായി 200ലധികം കുടുംബങ്ങളെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തുടർ നടപടികളും ജമ്മു കാശ്മീർ സർക്കാരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രകോപനം പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ സജീവമായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ത്യ ഒരുക്കുന്നത്. ഭദ്ര. ശരി, വ്യക്തമാണ് അബ്ദുൾ റഷീദ്. എന്തായാലും പാക് പ്രകോപനത്തിനിടയിലാണ് അതിർത്തി സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പടക്കം പൊട്ടിക്കുന്നതുൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം ഡ്രോൺ ഉപയോഗിക്കരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ ദില്ലിയിൽ 138 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് കഴിഞ്ഞ രാത്രിയിൽ ഡ്രോൺ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമ്പോൾ 500ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇന്ത്യ ഇപ്പോൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ 24 നഗരങ്ങളായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.